മോഹിനിയാട്ടം ഈ സിനിമ കണ്ടതിന് ശേഷമുള്ളൊരു ഫുൾ റിവ്യൂ ആണ്. ഭരതനാട്യം ഇതിൻ്റെ ആദ്യത്തെ പാട്ട് തിയേറ്ററിൽ റിലീസ് ഉണ്ടായിരുന്നു, പക്ഷേ തിയേറ്ററിൽ വിജയമല്ലായിരുന്നു. OTTയിൽ ഇത് വമ്പൻ വിജയമായിരുന്നു. നല്ല രസമുള്ളൊരു കൊച്ചു ചിത്രമായിരുന്നു. നമ്മുടെ സൈജു കുറുപ്പും സായി കുമാറും എല്ലാം നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ചിരിക്കാൻ മാത്രമായിട്ട് ഇങ്ങനെ പോകാം, ചിരിക്കാനും കുറച്ചൊക്കെ ചിന്തിക്കാനും ഒക്കെ ഉള്ളൊരു സിനിമയായിരുന്നു. ഇതിൻ്റെ രണ്ടാം ഭാഗമാണ് മോഹിനിയാട്ടം. ട്രെയിലർ കണ്ടപ്പോൾ തന്നെ നമുക്കൊരു ഇഷ്ടം തോന്നി. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് സൈജു കുറുപ്പിൻ്റെ 150ാമത്തെ സിനിമയാണ്. എനിക്ക് തോന്നുന്നു ഹേറ്റേഴ്സ് ഇല്ലാത്ത മലയാള സിനിമയിലെ വളരെ കുറച്ച് നടന്മാരിലൊരാളാണ് സൈജു കുറുപ്പ്. നല്ല രസമായിട്ട് അഭിനയിക്കുന്ന നടനാണ്. ആരെയും വെറുപ്പിക്കത്തില്ല. എനിക്ക് തോന്നുന്നു പേഴ്സണലിയും അഭിനയത്തിലും ഒരു വെറുപ്പിലുമില്ല. ഇതിനകത്ത് നല്ല ഭംഗിയായിട്ട് പുള്ളി കൈകാര്യം ചെയ്തിട്ടുണ്ട്. റോള് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സുരാജ് കുറേ നാളിന് ശേഷം എനിക്ക് തോന്നുന്നു അത്യാവശ്യം വൃത്തിയായിട്ടൊരു റോള് എന്നുവെച്ചാൽ പുള്ളിക്ക് നല്ലൊരു ക്യാരക്ടർ കിട്ടിയിട്ടുണ്ട്. ജഗദീഷ് ആയാലും ഉള്ള ക്യാരക്ടർ ഭംഗിയായിട്ടുണ്ട്. വിനയ് ഫോർട്ട്. ഇതിനകത്ത് എടുത്തു പറയേണ്ടത് കലാരഞ്ജിനിയാണ്, നമ്മുടെ ഉർവശിയുടെയൊക്കെ ചേച്ചി. അവരുടെ സൗണ്ട് കൊണ്ടും ഒക്കെ ഒരു 2-3 സീൻ നല്ല അടിപൊളിയായിട്ട് ചിരിക്കാനുണ്ട്. അതിനകത്ത് സ്പോയിലറായിട്ട് പറയുന്നില്ല, അടിപൊളിയായിട്ട് ചിരിക്കേണ്ട ഒരു സൂപ്പർ സീൻ അതിനകത്തുണ്ട്. കലാരഞ്ജിനി സൂപ്പറായിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടറാണ് ബേബി ജീൻ ചെയ്തേക്കുന്ന ക്യാരക്ടർ. ബേബി ജീൻ നല്ല തകർത്ത് പൊളിച്ചിട്ടുണ്ട്. ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇതിനകത്ത് ട്വിസ്റ്റോ ടേണോ ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഭയങ്കര ട്വിസ്റ്റ്, പ്രിഡിക്റ്റബിൾ ആയിട്ടുള്ള സ്റ്റോറിയാണ്. പക്ഷേ ഒരു വട്ടം നല്ല രസമായിട്ട് തിയേറ്ററിൽ വന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. തിയേറ്ററിൽ വലിയ ആൾക്കാരൊന്നും ഇല്ല ഇന്ന്, കാരണം എനിക്കൊന്ന് വാഴ 2ന്റെ അതിപ്രസരം മൂലം ഭയങ്കരം വാഴ 2 വലിയ ഗംഭീരമായിട്ട് പോവുകയാണ്. അതുകൊണ്ട് ഇതിന് വലിയ ആൾത്തിരക്കൊന്നും ഇല്ലെങ്കിലും നല്ല രസമായിട്ട് ഒരു വട്ടം ഫാമിലി ആയിട്ട് വന്ന് നല്ല അടിപൊളിയായിട്ട് കണ്ടുകൊണ്ടിരിക്കാവുന്ന അടിപൊളി കലക്കം പടമാണ് മോഹിനിയാട്ടം. അടുത്ത കുച്ചിപ്പുടിയൊക്കെ ഇട്ടൊക്കെ അടുത്ത ടീം വരുന്നതായിരിക്കും. ഈ വിഷുക്കാലത്ത് എല്ലാവർക്കും ഫാമിലിയായിട്ട് നല്ലപോലെ ചിരിക്കാനും ചിന്തിക്കാനും ഒക്കെ പറ്റിയ അടിപൊളി ഒരു പടമാണ്, കലക്കം പടമാണ് മോഹിനിയാട്ടം. ധൈര്യമായിട്ട് ഇരിക്കരുത്.